ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്ന ലുലു മാളിലാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിലാണ് നമ്മളിന്ന് പോകുന്ന. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലുലു മാളാണ് ട്രിവാൻഡ്രം ലുലു മാൾ. അപ്പോൾ നമ്മുടെ ഈ പാലത്തിൻ്റെ മുകളിൽ ആരെങ്കിലും കയറിയിട്ടുണ്ട്? ഞാൻ ഇത് ഒരുവാണ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ അകത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ഐമാക്സിൽ കയറി സിനിമ കാണാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ശരിക്ക് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ശരിക്ക് വല്ലപ്പോഴും ലുലുമാളിൽ വരുമ്പോൾ ഒരു വേറൊരു വൈബാണ് ലുലുമാളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ വേറൊരു വൈബാണ് നമുക്ക്. ഇഷ്ടംപോലെ കാണാനുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ. അതുപോലെ തന്നെ അതാണ്ട് ഇവിടെ ഒരു സ്റ്റേജ് ഷോ ഒക്കെ വരാൻ പോകുന്നു കേട്ടോ ഉടനെ തന്നെ. പിന്നെ ഇവിടെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ബഷീറിൻ്റെ പുസ്തകം ഇവിടെ കണ്ടായിരുന്നു, പണ്ടും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ബഷീറിൻ്റെ പുസ്തകം. ഇതായിരിക്കുന്നതാണ്ട് ഇത് തന്നെ ബഷീർ. നമ്മൾ പിന്നെ അത് എടുത്ത് മേടിച്ചൊന്നുമില്ല, വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി. സെക്കൻഡ് ഫ്ലോറിലാണ് ഫുള്ള് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. KFC, സബ്വേ, പിന്നെ ചിക്കിങ്, അങ്ങനെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റൊക്കെ വരുന്നത്. നമുക്കിനി ഒന്ന് ഫുഡ് കഴിക്കാമല്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ ലുലുമാൾ കുറേയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി വേണ്ടതാണ്, നമുക്ക് ഫുഡാണ് വേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് ബഡ്ജറ്റിലായിട്ടുള്ള ഫുഡ് സ്പോട്ടുണ്ട് നമ്മളൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഇത് കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി കുറച്ച് ബഡ്ജറ്റിലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാം. ഓക്കെ, സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ നമ്മൾ ലുലു മാളിലെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുടെ ഒരു ഫുഡ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, കുറേ അധികം ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്ത് പർച്ചേസിങ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. വെജിറ്റബിൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ക്വാളിറ്റിയാണ് എല്ലാം. ഇവിടെ നിന്ന് എന്തെടുത്താലും ക്വാളിറ്റി, അതൊരു പ്രത്യേകതയാണ്, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും ഇവിടെ ഭയങ്കര ക്വാളിറ്റിയാണ്. അതാണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ദം ബിരിയാണി, അങ്ങനെ കുറേ അധികം, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, ചിക്കൻ റോസ്റ്റ്, അങ്ങനെ കുറേ അധികം കറികളും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് എന്തെടുത്താലും നമുക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങറ്റം ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പിന്നെ കടൽ ചിക്കൻ, മെത്തി ചിക്കനോ 120 രൂപ, അങ്ങനെ ചിക്കൻ ഹാഫ് സ്പൈസി, പിന്നെ 340 ഗ്രിൽഡ് ചിക്കൻ 349, പെരി പെരി ലെമൺ ഗാർലിക് മെഷാവി ഇത്ര 225, അതുപോലെ ഗ്രിൽ ചിക്കൻ 349, അങ്ങനെ എല്ലാത്തിൻ്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കുകയും ചെയ്യാം. അതേപോലെ നമ്മളിപ്പം മേടിച്ചെന്ന് പറയുമ്പോൾ ബ്രോസ്റ്റഡ് ഡ്രം സ്റ്റിക്കാണ് കേട്ടോ. ബ്രോസ്റ്റഡ് ഒരെണ്ണം 60 രൂപയുള്ളൂ, ഒരു ബ്രോസ്റ്റഡ് ഡ്രം സ്റ്റിക്ക് 60 രൂപയുള്ളൂ. പിന്നെ നമ്മൾ എക്സ്ട്രാ മേടിച്ച ഒരു നമ്മളൊരു വെജിറ്റബിൾ കട്ട്ലൈറ്റ് ഉണ്ട്, അതാണ് നമ്മൾ മേടിച്ചത്. എവിടെ ഇരിക്കുന്നത് വെജിറ്റബിൾ കട്ട്ലൈറ്റ് 15 രൂപ കേട്ടോ ഒരെണ്ണം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മേടിച്ചത്. പിന്നെ ഒരു 100 ഗ്രാമിലൊരു മൈനേസ് കൂടെ മേടിച്ചിട്ടുണ്ട്. അത് 30 രൂപ, 28 രൂപയാണ് കേട്ടോ. 30 അല്ല 28 രൂപ. അങ്ങനെ നമ്മൾ മേളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. ബ്രോസ്റ്റഡ് ഡ്രം സ്റ്റിക്ക് ആ മൈനേസിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ച് നോക്കണം. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഞാൻ മൈനേസ് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൂട്ടിയിട്ടുണ്ടെന്നും, പക്ഷേ എനിക്ക് ഈ ലുലു മാളിൽ കിട്ടും പോലെ മൈനേസ് വേറെ എങ്ങും കിട്ടിയിട്ടില്ല. കാരണം അത്രയ്ക്ക് തിക്കുമാണ്, അതൊരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. സൂപ്പറാണ് ആ ബ്രോസ്റ്റഡ് ഡ്രം സ്റ്റിക്ക്. അതേപോലെ തന്നെ വെജ് കട്ട്ലൈറ്റ് ആ മൈനേസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം, സൂപ്പറാണ്. അല്ലാണ്ട് വെജ് കട്ട്ലൈറ്റ് അല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയതുകൊണ്ട് കുട്ടികളുടെ ഗെയിമിംഗ് സെക്ഷനിലോട്ടൊക്കെയാണ് പോയത്. ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഗെയിമുണ്ട് കേട്ടോ. അവർക്ക് ഇരുന്ന സൗകര്യത്തിന് കാറുണ്ട്, ബൈക്കുണ്ട്, അങ്ങനെ കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെയൊക്കെ കൊച്ചിലത്തെ പ്രായത്തിൽ ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ മണ്ടലിൽ കയറിയ നമ്മളൊക്കെ തല ഇറങ്ങും. അങ്ങനെ കുറേയധികം ഗെയിംസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്നും ഇറങ്ങി, പിന്നെ ലുലു മാളിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ വീട്ടിലോട്ടാണ് പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.